നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവത്തിൽ പഠിക്കുവാൻ ദൈവസ്ഥാനത്തിന് കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ഒരുക്കി തരുന്ന വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2 പുസ്തകങ്ങളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാപ്രവാചന പുസ്തകം, റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അരമണിക്കൂർ മാത്രമേ ദൈവത്തെ ശുശ്രൂഷിക്കുവാനും പഠിക്കുവാനുമുള്ള സമയമുള്ളതുകൊണ്ട് വളരെ സ്ലോയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ അധ്യായങ്ങളിലേക്ക് പതിയെ വന്നുകൊണ്ടിരിക്കുന്നത്. ഷിയാവ് തുടങ്ങിയതേ ഉള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിലാണ് നാം നിൽക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലാണ് നാം നിൽക്കുന്നത്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നു. അപ്പം തിരുവചനം അല്ലെങ്കിൽ സുവിശേഷം അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. വിശ്വസിക്കുന്ന ആദ്യം യഹൂദൻ എന്നൊരു പദം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യഹൂദന്മാർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. യഹൂദന്മാർക്ക് ചില പ്രത്യേകതകളുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യഹൂദന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. യഹൂദൻ എന്താണ് ഇത്ര വിശേഷത? യഹൂദൻ എന്ത് വിശേഷത? അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. കാരണം എന്താണ്? ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആരംഭം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടലുകളുടെ ആരംഭം ഇസ്രായേൽ തുടങ്ങി യഹൂദനിൽ തുടങ്ങി വരുന്നത് കൊണ്ട് യഹൂദന് സവിശേഷത ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് ആ പ്രാധാന്യം എപ്പോൾ ചിന്തിച്ചാണ് ആ പ്രാധാന്യം യഹൂദന് കൊടുത്തിരുന്നു. ജാതികളെക്കാൾ കൂടുതൽ പ്രാധാന്യം യഹൂദന് കൊടുത്തിരുന്നു. യഹൂദന്മാരുടെ രാജാവായിട്ടാണ് അവൻ പിറന്നത്. യഹൂദനൊരു സവിശേഷതയുണ്ട്. കാരണം ദൈവത്തിന്റെ അരുളപ്പാടുകൾ ആദ്യം മുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം യേശു കർത്താവ് ജനിച്ചതും യഹൂദ വംശത്തിലാണ്. മാത്രമല്ല ആദ്യം മുതലേ അബ്രഹാം മുതലേ യഹോവയുടെ അരുളപ്പാടുകൾ ഇസ്രായേൽ എന്നുള്ള പേര് യാക്കോബിന് ലഭിക്കുന്ന തൊട്ട് ഉള്ള അരുളപ്പാടുകളെല്ലാം ദൈവത്തിൽ നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ പക്കൽ അത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കൊരു വിശേഷതയുള്ളതായി ദൈവത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കാൻ കഴിയും. യഹൂദന് പ്രയോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം യഹൂദൻ എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന ഏവനും, അത് യവനനായിക്കൊള്ളട്ടെ ജാതികളായിക്കൊള്ളട്ടെ, വിശ്വസിക്കുന്ന ആർക്കും ഈ രക്ഷയെ പ്രാപിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ രക്ഷ എന്നുള്ള പദം 3 കാലങ്ങളായി നമുക്ക് ചിന്തിക്കാൻ പറ്റും. രക്ഷിക്കപ്പെടുക എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആ ദൈവത്തോടുള്ള ബന്ധം അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവം തീർന്നു പോകുന്നില്ല. നാം ഒരിക്കലായി രക്ഷിക്കപ്പെട്ടതാണ്, അല്ലേ? നമ്മളോടൊരു ഡേറ്റ് വെച്ച് നമ്മൾ പറയും, ഇന്ന ഡേറ്റിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ഉണ്ടോ? ഡേറ്റ് ഉണ്ടോ പറയാൻ? ഇന്ന ഡേറ്റിൽ ഞാൻ സ്നാനപ്പെട്ടതാണ്, അല്ലേ? രക്ഷിക്കപ്പെടുന്ന ഒരു ഡേറ്റും. വിവാഹത്തിന്റെ സമയത്തൊക്കെ ചില പാസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്, വിവാഹം അല്ലെങ്കിൽ അതിന്റെ എൻഗേജ്മെന്റ് സമയത്തൊക്കെ രക്ഷിക്കപ്പെട്ട ഡേറ്റ് എന്ന് പറയാമെന്ന് ചോദിക്കാറുണ്ട്. പിള്ളേരൊക്കെ അത് പഠിച്ചു വെച്ചോ, അല്ലേ? പെട്ടെന്ന് ആരും ചോദിക്കുന്ന പാസ്റ്റർ രക്ഷിക്കപ്പെട്ട ഡേറ്റ് ഒന്ന് പറയാൻ പറയും, അല്ല സ്നാനപ്പെട്ട ഡേറ്റ് ഒന്ന് പറയാൻ പറയും. അപ്പോൾ അത് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടൊരു സമയമുണ്ട്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നൊരു സമയമുണ്ട്, സ്നാനപ്പെട്ടൊരു സമയമുണ്ട്. എന്നാൽ രക്ഷ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട് അല്ലെങ്കിൽ 3 രീതികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആദ്യമായി നമ്മൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു, ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, വായ കൊണ്ട് ഏറ്റു പറയുന്നു. അപ്പോൾ നാം രക്ഷിക്കപ്പെടും, അല്ലേ? ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നുണ്ട് കാരാഗ്രഹ പ്രമാണിയോട്, അല്ലേ? എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുവാൻ കഴിയുമെന്ന്. അപ്പോൾ വിശ്വസിക്കുക, ഹൃദയത്തിൽ വിശ്വസിക്കുക, അധരം കൊണ്ട് ഏറ്റു പറയുക, അപ്പോൾ രക്ഷ സംഭവിക്കുന്നു. അപ്പോൾ എന്തിൽ നിന്നാണ് രക്ഷിക്കപ്പെടുന്നത്? നാം എങ്ങനെയുള്ളവരായിരുന്നു? ഏത് അനുഭവത്തിൽ നിന്നാണ് രക്ഷയിലേക്ക് വന്നത്? മനസ്സാന്തരം നമുക്കുള്ളതായത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്കത് കാണാൻ കഴിയുന്ന പരിചിതമായ ഭാഗങ്ങളാണ്. ഒന്ന് വായിച്ചു പോകാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു, അല്ലേ? അപ്പോൾ നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു, അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നു. അവനെ എന്ത് ചെയ്തു? നമ്മൾ അങ്ങനെ മരിച്ചവരായിരുന്നു, നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. അതായത് നമ്മൾ പാപത്തിൽ തുടർന്ന വ്യക്തികളായിരുന്നു, പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന വ്യക്തികളായിരുന്നു, മരിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ യേശുവിനെ അനുഭവിച്ചപ്പോൾ, യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിനോടുകൂടെ നാം
ജീവിപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്? കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിന്റെ തന്റെ കൃപയുടെ അത്യന്തതനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന്റെ പിന്നിൽ ഒരു പർപ്പസ് ദൈവത്തിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ചതിന്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പർപ്പസ്? തന്റെ കൃപയുടെ അത്യന്തതനം വരും കാലങ്ങളിൽ നമ്മളിൽ കൂടെ വെളിപ്പെടണം. അതിനായി നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ പൊസിഷൻ മാറി. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിനെ സ്വീകരിച്ചു, അല്ലേ? നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നു. സത്യത്തിൽ നമ്മൾ ഈ വചനം വായിക്കുമ്പോഴാണ് നമ്മുടെ പൊസിഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. എവിടാ നമ്മുടെ പൊസിഷൻ? ഇപ്പം ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. സത്യത്തിൽ നമ്മുടെ പൊസിഷൻ ഇപ്പോൾ കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുന്ന ഒരു പൊസിഷനാണ്. നാം തെരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു. നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇങ്ങുള്ള ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ പൗരത്വം എടുക്കാൻ വേണ്ടി നടക്കുകയാണ്, അല്ലേ? സിറ്റിസൺഷിപ്പ് എടുക്കാൻ വേണ്ടി നടക്കുക. കാനഡയിൽ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ, US ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച്, യൂറോപ്യൻ കൺട്രികളിൽ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ട്. അപ്പോൾ ചില കൺട്രീസ് അങ്ങനെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നവരുമുണ്ട്. ഏതൊരു കൺട്രിയുടെ കാര്യം കഴിഞ്ഞ ദിവസം എന്നോട് ആരും പറഞ്ഞു, ബൾഗേറിയ ഏതൊരു കൺട്രിയിൽ 3 കോടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് സിറ്റിസൺഷിപ്പ് ലഭിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത പുള്ളി പറഞ്ഞു, 3 കോടി ആ ബാങ്കിൽ എൻ്റെ നാട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് എനിക്ക് ജീവിക്കാം, ബൾഗേറിയയിൽ പോകേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സിറ്റിസൺഷിപ്പിനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ പൗരത്വം എവിടെ? സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ വക്താക്കളായി തീർന്നിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ സ്വർഗത്തിൽ ദൈവം ഇരുത്തിയിരിക്കുക. നമ്മുടെ പൊസിഷൻ മാറി. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ, സ്നാനപ്പെട്ട അന്ന് മുതൽ, അഭിഷേകം പ്രാപിച്ച അന്ന് മുതൽ നമ്മുടെ പൊസിഷൻ മാറി നാം സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി നാളെ പറഞ്ഞ കൃപയാലല്ലോ, അറിയാവുന്ന വാക്യങ്ങളാണ് വേഗത്തിൽ പോകുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം അവൻ രക്ഷ പ്രാപിച്ചത് എങ്ങനെയാണ്? വിശ്വസിച്ച നിമിത്തം. കാരാഗ്രഹ പ്രമാണി വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്നെങ്കിൽ നിനക്കാകാം. ആരോട് പറഞ്ഞ? ആരോട് പറഞ്ഞ? പറയാമോ? വിശ്വസിക്കുന്നെങ്കിൽ നിനക്കാകാം, അല്ലേ? ഷണ്ണൻ തേരിൽ നിന്ന് യാത്ര ചെയ്തപ്പോൾ യെശയ്യാവിനെ കുറിച്ചുള്ള യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ അത് പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ ഫിലിപ്പോസിനോട് സംസാരിക്കുന്ന ഭാഗമാണ്, അല്ലേ? ഇതാ വെള്ളം, സ്നാനപ്പെടുവാൻ എനിക്ക് എന്താ തടസ്സം? ഫിലിപ്പോസ് എന്താ പറഞ്ഞത്? അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? വെള്ളം ഉണ്ടല്ലോ, സ്നാനപ്പെട്ടെന്നാണ് പറഞ്ഞത്. അല്ല, വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ സംസാരിക്കാനുള്ളത് വചനത്തിൽ നിന്ന് സംസാരിച്ചു, അരുളപ്പാടുകൾ പൊരുൾ തിരിച്ചു പറഞ്ഞു. പക്ഷേ നീ ഒന്ന് വെള്ളം കണ്ടോണ്ട് നീ ചാടി സ്നാനപ്പെടണ്ട, അല്ലേ? എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നെങ്കിൽ. അപ്പൊ സ്നാനം വിശ്വസിക്കുന്നവർക്കുള്ളതാണ് രക്ഷ, വിശ്വസിക്കുന്നവർക്കുള്ളതാണ് സ്നാനം. അപ്പൊ വെള്ളം കണ്ടുകൊണ്ട് ഈ ഷണ്ണൻ പറയുന്ന സമയത്ത് അപ്പോസ്തലൻ പറയാണ്, വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക്. അപ്പൊ വിശ്വാസത്താലാണ് നാം രക്ഷ പ്രാപിച്ചത്. അതിനും നിങ്ങൾ കാരണം അല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥന കൂടുതൽ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ജീവിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ടാണ്, നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. കാരണം പ്രവൃത്തികൾ രക്ഷയ്ക്ക് ഉതകുന്നില്ല. നമ്മൾ നല്ല ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ നമ്മുടെ നല്ല ജീവിതം കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പ്രശംസിക്കുവാൻ നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല. നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളും ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണികൾ പോലെ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും പ്രശംസിക്കാൻ നമുക്ക് അതിനകത്ത് പറ്റത്തില്ല. ദൈവത്തിന്റെ ദാനം കൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടത്. അപ്പൊ രക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെട്ടത്. ഒന്ന്. രണ്ടാമത്, ദൈവത്തിന്റെ ദാനമായിരുന്നത്. പാപികളായിരുന്ന, പാപത്തിൽ മരിച്ച നമ്മളെ അവൻ എന്ത് ചെയ്തു? ക്രിസ്തുയേശുവിൽ കൂടെ ജീവിപ്പിച്ചു, സ്വർഗത്തിൽ ഇരുത്തി നമുക്കൊരു പൗരത്വം തന്നു. ആ പൗരത്വത്തിൽ അക്ഷരികമായി നാം സ്വർഗത്തിൽ അവനോടുകൂടെ എടുക്കപ്പെടും. ആ നിമിഷം വരെ നമുക്ക് ആ പൗരത്വം ഈ ഭൂമിയിലും അനുഭവിക്കുവാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാം, കർത്താവ് തന്നെ ശിശുമാരോട് പറഞ്ഞൊരു ഭാഗമുണ്ട്, സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. അപ്പൊ സ്വർഗരാജ്യം പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാണെങ്കിൽ
ഭൂമിയിൽ പരിശുദ്ധാത്മാവിന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്വർഗരാജ്യത്താണ്, അല്ലേ? ഭൂമിയിലായിരിക്കുന്നെങ്കിലും പരിശുദ്ധാത്മാവിൽ നാം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ അതേ അവസ്ഥയിലാണ് നാം ഭൂമിയിലായിരിക്കും. നമ്മളിനി നേരിട്ട് പോയി കർത്താവിനോടൊപ്പം ആരാധിക്കും ഒരു കാലഘട്ടത്തിൽ. പക്ഷെ അതുവരെ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ, അല്ലേ? നിങ്ങൾ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് ഉണ്ട്, അല്ലേ? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പൊ ദൈവരാജ്യം ഭക്ഷണം മാന്യമല്ല, പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. അപ്പോൾ ആ പൗരത്വം ഓൾറെഡി നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വർഗത്തിൽ അവനോടുകൂടെ നാം ഇരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അവനോടുകൂടെ ജീവിപ്പിക്കപ്പെട്ടു, പാപത്തിൽ നിന്ന് നാം മാറ്റപ്പെട്ടു, പാപത്തിൽ നിന്ന് മരിച്ചൊരാളുടെ അവസ്ഥയിൽ നിന്ന് നാം ജീവിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനത് വിശദീകരിക്കാനായിരുന്നു, നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളായതുകൊണ്ട്. തിമോത്തിയോസ് എഴുതിയ ലേഖനം 2 തിമോത്തിയോസിന്റെ 2 തിമോത്തിയോസ് 1-ാമധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്? അല്ലേ? നമ്മളൊന്നും ചെയ്തിട്ടല്ല കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മല കയറുന്നവരുണ്ട്, കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മെഴുകുതിരി കത്തിക്കുന്നവരുണ്ട്, കർത്താവിനെ പ്രസാദിക്കാൻ വേണ്ടി പലതും ചെയ്യുന്ന സാമുദായിക സഭകളുള്ളവരെ നമുക്ക് കാണാം. പ്രവൃത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. ഇതൊരു വിശുദ്ധ വിളിയാണ്. നമ്മൾ ചിന്തിക്കും, റാസക്കേമയിലെ പെൻഡോഗ്ലോറിയിലെ ഒരു ചെറിയ ആലയത്തിൽ നമ്മൾ ഇരിക്കുന്നു, ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. പക്ഷെ ഇതൊരു വിശുദ്ധ വിളിയാണ്. ഒരു വിശുദ്ധ വിളി നമ്മുടെ ചുറ്റുപാടുകൾക്കില്ലാത്ത, നമ്മുടെ ചാർച്ചക്കാർക്കില്ലാത്ത ഒരു വിശുദ്ധ വിളി ദൈവം നമ്മെ വിളിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ആലയത്തിൽ നമുക്ക് ആയിരിക്കാൻ കഴിയുന്നത്. ഇതൊരു വിശുദ്ധ വിളിയാണ്. അവൻ നമ്മെ രക്ഷിച്ചു, പ്രവർത്തികൾ നിമിത്തമല്ല. എന്തുകൊണ്ട്? സകല കാലത്തിനും മുമ്പേ. അപ്പൊ ഈ വിളിക്ക് ഒരു പിരീഡ് ഉണ്ടായിരുന്നു. എന്നാ ഈ വിളിയുടെ പിരീഡ് എന്നാ? ഈ അടുത്ത കാലം വിളിച്ചാണ്. 2002 ഞാൻ രക്ഷിക്കപ്പെട്ടത്, അല്ലേ? 2024 നേഹ രക്ഷിക്കപ്പെട്ടത്, അല്ലേ? പക്ഷെങ്കിൽ വിളി എന്താ എന്ന് തൊട്ടുള്ളതാ? സകല കാലത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. അപ്പൊ യേശു ക്രിസ്തു മുഖാന്തരം നാം തെരഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, കാലങ്ങൾക്ക് മുമ്പേ, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ടാണ് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഈ സ്വർഗീയ വിളി വിളിച്ചിരിക്കുന്ന കർത്താവാണ്. കാലങ്ങൾക്ക് മുമ്പേ, സകല കാലത്തിന് മുമ്പേ ഈ വിളി ഉണ്ടായിരുന്നു. അത് സംഭവിച്ചത് 2024 2002 2008 പക്ഷെ ഈ വിളി സകല കാലത്തിന് മുമ്പേ ഉള്ള തിരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ നൽകി ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും. ഇതിന്റെ പിന്നിൽ ഒരു നിർണയം ഉണ്ടായിരുന്നു, ഇതിന്റെ പിന്നിൽ ഒരു കൃപയുണ്ടായിരുന്നു. ദൈവം നമ്മോട് കരുണ കാണിച്ചതുകൊണ്ട്, ദൈവം നമ്മോട് കൃപ കാണിച്ചതുകൊണ്ട്, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുവാൻ നിർണയിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാലാണ് അത് വെളിപ്പെട്ടത്. യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ, യേശു കർത്താവ് മരണം വരിച്ചില്ലായിരുന്നെങ്കിൽ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപ പരിഹാര യാഗം അവൻ കഴിച്ചില്ലായിരുന്നെങ്കിൽ, ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നില്ലായിരുന്നെങ്കിൽ ഈ രക്ഷയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുയേശുവിലാണ് ഇത് വെളിപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. യഹൂദന്മാരുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. യഹൂദന്മാർക്ക് എന്ത് സവിശേഷത? കാരണം ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ സുവിശേഷത. അവർക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെടുന്ന കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോഴും ആദ്യ യവനൻ എന്നുള്ള പദമല്ല, ജാതികൾ എന്നുള്ള പദമല്ല ഉപയോഗിക്കുന്നത്, യഹൂദൻ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, യേശു കർത്താവിന്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യഹൂദനുണ്ടായിരുന്ന പ്രാധാന്യം പടിപടികളായി കർത്താവ് കുറച്ചുകൊണ്ട് വരുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജാതികളെ കൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഹല്ലേലൂയ, അല്ലേ? അവരുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്ന് പറയുന്നത്, യഹൂദന്മാരുടെ കംപ്ലൈന്റ് എന്ന് പറയുന്നത്, ഇവൻ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നു, പ്രവചിക്കുകയൊക്കെ ചെയ്യുന്നു, ഭൂതങ്ങളെ പുറത്താക്കുകയോ ചെയ്യുന്നു. പക്ഷെ ഇവന്റെ താമസം എന്താ? അല്ലേ? ഇവന്റെ താമസം പാപികളോടുകൂടെ. അവൻ പാപികളോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു, പാപികളോടുകൂടെ താമസിക്കുന്നു, മുക്കുവന്മാരോടുകൂടെ നടക്കുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പറച്ചിൽ കർത്താവിനെ കുറിച്ച് യഹൂദ റബ്ബിമാർക്കുണ്ടായിരുന്നു, പരീക്ഷന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന് ചെയ്യുന്നതിന് കാരണം കർത്താവിനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്, അല്ലേ? കർത്താവിനെ ദേവാലയത്തിൽ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ
കർത്താവിനെ ദേവാലയത്തിൽ പുറത്താക്കിയവർ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് തള്ളിയിടാൻ ഭാവിച്ചു. കർത്താവിനോട് നടുവിൽ കൂടെ കടന്നു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് കർത്താവ് ദേവാലയത്തിൽ വചനമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നീട് കർത്താവിനെ കാണുന്നത് എവിടെയാ? ഗെന്നസരേത്ത് തടാക തീരത്ത്, അല്ലേ? പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ അവളെ പരിയിൽ നിന്ന് രക്ഷിക്കേണ്ടതിനായി യായിറോസിന്റെ ഭവനത്തിൽ, അല്ലെ? പല തെരുവിൽ നയിക്കുന്ന പട്ടണത്തിൽ ദേവാലയത്തിൽ കർത്താവിനെ കാണുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? സാധാരണക്കാരുടെ ഇടയിലേക്ക്, ജാതികളുടെ ഇടയിലേക്ക് കർത്താവ് പോകുവാനായിട്ടിടയായി തീർന്നു. ഇത് പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 46-ൽ പൗലോസും ബർന്നബാസും പ്രസംഗിക്കുന്ന ഭാഗത്ത് ഈ ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യമെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അപ്പൊ ജാതികളായ നമുക്ക്, അല്ലെങ്കിൽ ജാതികളിൽ ഉൾപ്പെടുന്ന നമുക്ക് ഈ രക്ഷയുടെ അനുഭവം പ്രാപിക്കാൻ കഴിഞ്ഞത് യഹൂദൻ ഇതിനെ തള്ളിയത് കൊണ്ടാണ്. യഹൂദൻ കർത്താവിനെ പൂജിച്ചു, യഹൂദൻ കർത്താവിനെ തള്ളി. അവൻ ജാതികളുടെ ഇടയിലേക്ക് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ജാതികളോട് സംസാരിക്കും. യഹൂദന്മാരും ശമര്യനും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. യോഹന്നാൻ സുവിശേഷം പോലെ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹൂദന്മാരും ശമര്യനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള സമ്പർക്കവുമില്ല. എന്നാൽ കർത്താവ് ഈ സമ്പർക്കമില്ലാത്ത സ്ഥലത്ത് കടന്നു ചെല്ലുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ശമര്യ വഴി യഹൂദന്മാർ പോകത്തേ ഇല്ല. അകത്തുകൂടെ ശമര്യക്ക് അകത്തൂടെ പോകുന്ന പോലും ഇല്ല. അത്രയ്ക്ക് ശമര്യരെ യഹൂദർ വെറുത്തിരുന്നു. അവർ തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. എന്നാൽ കർത്താവ് എന്ത് ചെയ്യുക? ശമര്യയിലേക്ക് പോകുവാനിടയായി, അല്ലേ? ശമര്യയിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവ് ഒരു സ്ത്രീയോട് സംസാരിക്കാനാണ് പോകുന്നത്. ഒന്നാമത് ശമര്യക്കാരുമായിട്ട് യഹൂദന് ബന്ധമില്ല. ഒന്നാമത്തെ ശമര്യയിൽ ആരും കടക്കത്തില്ല. 2, 3 ശമര്യയിലുള്ള സ്ത്രീകളോട് ഒട്ടും സംസാരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് ശമര്യ വഴിയായിട്ട് പോകുന്നത്. ശമര്യ വഴി പോകുന്നതിന് മുമ്പ് ആദ്യം ശിഷ്യന്മാർ എന്ത് ചെയ്യും? ഭക്ഷണം കൈക്കൊള്ളാൻ വേണ്ടി പട്ടണത്തിലേക്ക് പറഞ്ഞയക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ കർത്താവിനെ അറിയാമായിരുന്നു ഈ ശിഷ്യന്മാർക്ക് ഒരിക്കലും ഈ ശമര്യ സ്ത്രീയോട് സംസാരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അവരുടെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പോലും പറ്റാത്തത് കൊണ്ടാണ് ശിഷ്യന്മാരെ പതിയെ കർത്താവ് ഒഴിവാക്കുകയാണ്. കാരണം ഒഴിവാക്കിയെന്ന് പറയാൻ കാരണം ഇവർ ഭക്ഷണം മേടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഭക്ഷണമായിട്ട് കർത്താവ് ഇതാ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ കർത്താവ് പറയുന്നൊരു പദമുണ്ട്, എൻ്റെ വേല തികയ്ക്കുന്നത് അത്രേ എൻ്റെ ആഹാരം. നിങ്ങൾ കൊണ്ടുവന്ന ആ പ്രോട്ടീൻ ചിക്കൻ എടുത്ത് കഴിച്ചിട്ട് വിശക്കുന്നതാണല്ലോ കർത്താവ് പറഞ്ഞത്. എൻ്റെ വേല തികയ്ക്കുന്നത് അത്രേ എൻ്റെ ആഹാരം. എനിക്ക് ചില പർപ്പസുകളുണ്ട്, എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, അത് തികച്ചെടുക്കുകയാണ് എൻ്റെ ആഹാരം എന്ന് കർത്താവ് പറയാം. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി അല്ല ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞു വിട്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ എന്തിനാണ് ഈ ശമര്യ സ്ത്രീയോട് സംസാരിക്കുന്ന കർത്താവിന്? ശമര്യയിലെ കർത്താവിലേക്ക് നയിക്കണം. ശമര്യ സ്ത്രീയുടെ ആ ഭാഗം നമുക്കറിയില്ലേ? അവൾ കുടം വെച്ചിട്ട് എന്ത് ചെയ്തു? പട്ടണത്തിലേക്ക് ഓടിപ്പോയി ഞാനൊരു പ്രവാചകനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ കുറിച്ച് സംസാരിച്ച് പട്ടണം മുഴുവൻ അവളുടെ കൂടെ വന്ന് കർത്താവിനെ സ്വീകരിക്കുന്നത് കാണാൻ കഴിയുന്നു. അപ്പോൾ ശമര്യ പട്ടണത്തിന്റെ വിടുതൽ, ശമര്യ യഹൂദനുമായി സമ്പർക്കമില്ലാത്ത പട്ടണത്തെ കർത്താവിന് വേണ്ടി നേടാൻ വേണ്ടി ഒരു സ്ത്രീയെ കർത്താവ് കണ്ടുമുട്ടുന്ന ഭാഗമാണ് ഇവിടെ കാണാൻ കഴിയും. അതോടുള്ള ബന്ധത്തിലും കർത്താവ് ആരാധനയെ കുറിച്ചാണ് കൂടുതലും അവളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. ആരാധന എങ്ങനെയായിരുന്നു, ആരാധന എൻ്റെ വരവിന് ശേഷം എങ്ങനെയാകണം, എങ്ങനെ ആയിത്തീരണം എന്നൊക്കെ സംസാരിക്കുന്നത് കാണാൻ കഴിയുന്നത്. അവളുടെ വീട്ടുകാരി അവർ ചോദിക്കുന്നുണ്ടല്ലോ, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ അവളോ ഭർത്താവല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ പ്രവാചകനാണെന്ന് തന്നെ കുറിച്ച് തെളിയിക്കേണ്ടതിന് അവളത് സംസാരം കേട്ടപ്പോഴേ അവൾ മനസ്സിലായി, നീ ഒരു പ്രവാചകനാകുന്നല്ലോ എന്ന് മനസ്സിലായി, അല്ലെ? അവളെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ചുള്ള സകല കാര്യങ്ങളും പ്രവചിച്ചപ്പോൾ അവളൊരു പ്രവാചകനാണെന്ന് മനസ്സിലായി. എന്നാൽ അവളുടെ ജീവിതത്തെ സ്പർശിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് അവളുടെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആരാധനയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് കർത്താവ് ആദ്യ ഭാഗങ്ങളിൽ സംസാരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. യഹൂദന്മാർ പിന്തുടരുന്ന ആരാധനയും ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കൊണ്ട് സംഭവിക്കേണ്ട ആരാധനയും ഈ ആരാധനയിൽ വരാൻ പോകുന്ന മാറ്റവുമാണ് കർത്താവ് ആദ്യം സംസാരിക്കുന്നത്. അത് നമുക്ക് 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4:19 യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. കാരണം ഞാൻ മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിന്റെ ശബ്ദത്തിൽ കൂടെ വെളിപ്പെടുക. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ അവൾ എന്താ പറഞ്ഞത്? എനിക്ക് ഭർത്താവ് ഇല്ല. അപ്പൊ മറച്ചു വെച്ച കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്തു? അവളെ കുറിച്ചുള്ളത് കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ അവൾ മനസ്സിലായി, ഇവരൊരു
പ്രവാചകന്മാർക്ക് ദർശനം ലഭിക്കത്തുള്ളൂ. പ്രവാചകന്മാർക്ക് അരുളപ്പാട് ദൈവത്തിൽ പ്രാപിച്ച് പാസ്റ്റിനെ കുറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിശ്ചയമായും ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ട സ്ഥലം യെരൂശലേമിലാകുന്നു. കണ്ടോ? അപ്പൊ അവിടെ അകത്തുള്ള ഒരു കൺസെപ്റ്റ് നോക്കിയേ, പണ്ട് തൊട്ടുണ്ടായിരുന്ന യഹൂദന്മാരുടെ അതേ കൺസെപ്റ്റാണ് അവിടെ അകത്തിരിക്കുന്നത്, അല്ലേ? അവരുടെ മെമ്മറിയിൽ ഇരിക്കുന്ന അവളുടെ ജനനം മുതൽ അവൾ ഇപ്പോൾ 30 വയസ്സ് പിടിച്ചു അല്ലെങ്കിൽ 25 വയസ്സ് പിടിച്ചു അതുവരെയുള്ള സമയം അവളുടെ മനസ്സിൽ, അവളുടെ മെമ്മറിക്കകത്ത് കയറിയിരിക്കുന്ന കാര്യം എന്താ? നമസ്കരിക്കേണ്ട എവിടെ പോയി നമസ്കരിക്കണം? യെരൂശലേമിൽ പോയി നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. ഈ മലയിൽ ഞങ്ങൾ നമസ്കരിച്ചു വരുന്നു. നമസ്കരിക്കേണ്ട സ്ഥലം ഇവിടെ യെരൂശലേമിലാകുന്നത് നിങ്ങൾ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ യഹൂദനാണെന്ന് മനസ്സിലാക്കിയ ശമരിയ സ്ത്രീ പറയാണ്, നിങ്ങൾ പറയുന്നത് എവിടെ വന്ന് ആരാധിക്കണമെന്നാണ്. യെരൂശലേമിൽ വന്ന് ആരാധിക്കണമെന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞത് എന്താണ്? സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല. അല്ലെങ്കിൽ അവൾക്ക് പ്രവേശനം യെരൂശലേമിൽ ഇല്ലാതിരുന്നത് കൊണ്ട് അവളുടെ ആ ദേശത്തുള്ള മലയിലായിരിക്കും അവൾ ആരാധിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന സ്ഥലം യെരൂശലേമിൽ വന്ന് ആരാധിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്, യഹൂദന്മാർ പറയുന്നത്. അതുകൊണ്ട് നമസ്കരിക്കേണ്ട സ്ഥലം അവളുടെ ഉള്ളിലുള്ളത് യെരൂശലേം ദേവാലയമാണ്. എന്നാൽ കർത്താവോട് പറയുന്നത് എന്താണ്? ഈ മലയിലുമല്ല, യെരൂശലേമിലുമല്ല. കണ്ടോ? ഞാനിപ്പോ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നിന്നോട് പറയുക, യെരൂശലേമിന് പ്രത്യേക പ്രാധാന്യമൊന്നും ഞാനിപ്പോ കൊടുക്കുന്നില്ല, ഈ മലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല. നാഴിക വന്നിരിക്കുന്നു, നിന്നോട് സംസാരിക്കുന്ന ഈ നിമിഷം തന്നെ നാഴിക വന്നിരിക്കുന്നു. യെരൂശലേമിലുമല്ല, ഈ മലയിലുമല്ല ആരാധിക്കേണ്ടത്. വായിച്ചേ, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. രക്ഷ കർത്താവിനെ കുറിച്ച് തന്നെയുള്ള പ്രവചന ശബ്ദം കർത്താവ് പറയുന്നത് രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. യെരൂശലേമിന് പ്രാധാന്യമില്ലാത്തതുപോലെ, ആ മലയ്ക്ക് പ്രാധാന്യമില്ലാത്തതുപോലെ, ഈ മലയ്ക്ക് പ്രാധാന്യമില്ലാത്തതുപോലെ, പർട്ടിക്കുലർ ഒരു സ്ഥലത്തിന് പ്രാധാന്യമില്ലാത്തതുപോലെ ആത്മീയ സമുദായത്തിൽ വിശ്വസിക്കുന്നവർ മധുബഹയ്ക്ക് അകത്ത് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ? അവർ ദൈവത്തെ ധൂപം കൊണ്ട് ധൂപം കൊണ്ട് ആരാധിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് സമുദായത്തിൽ വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്, അവിടെ പോയേ പറ്റുള്ളെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണയെ പൊളിച്ചുകൊണ്ട് കർത്താവ് ഈ സ്ത്രീയോട് പറയുകയാണ്, സത്യ നമസ്കാരങ്ങൾ എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കാൻ പോകുന്നത്? നാഴിക വരുന്നു, ആത്മാവിലും സത്യത്തിലും. ഇപ്പോൾ സംഭവിച്ചു. അത് യേശു കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാന ശേഷമുള്ള ആദിമസഭയുടെ ആരാധന തുടങ്ങിയ അന്ന് മുതലല്ല, സ്ത്രീയോട് സംസാരിക്കുന്ന സമയത്ത് കർത്താവ് പറയാണ്, ഇപ്പോഴത് തുടങ്ങിക്കഴിഞ്ഞു. വായിച്ചേ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ദൈവമാത്മാവാകുന്നു, ആത്മാവിൽ സത്യത്തിലും. പർട്ടിക്കുലർ ഒരു സ്ഥലത്തിനും പ്രാധാന്യമില്ല ഇനി. ഹല്ലേലൂയ. ഒരു ദേവാലയത്തിന് പ്രാധാന്യമില്ല ഇനിയും. ഇനി ഒരു പുതിയ നിയമ ആരാധന വെളിപ്പെടാൻ പോവുകയാണ്. ആദിമസഭ തന്നിൽ കൂടെ വെളിപ്പെടാൻ പോകുന്നത് ആത്മാവിൽ കർത്താവ് കണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ആ സ്ത്രീയോട് പറയാണ്, ഇപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞു, ഇതിനുള്ള നാഴിക ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് കാണാം. അപ്പോൾ യഹൂദനുണ്ടായിരുന്ന പ്രാധാന്യം അവിടെ നമുക്ക് കുറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. യെരൂശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന പ്രാധാന്യം കർത്താവ് കുറച്ച് കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഒരു പുതിയ ആരാധന, ഒരു പുതിയ നിയമം, ഒരു പുതിയ ആത്മാവുള്ള ആരാധന വെളിപ്പെടാൻ പോകുന്നു. സ്ഥലകാല ഭേദമന്യേ ഏത് നിമിഷവും കർത്താവിലേക്ക് കടന്നുചെന്ന് ആരാധിക്കുവാൻ രീതിയിലുള്ള ഒരു ആരാധന വെളിപ്പെടാൻ പോകുന്നു എന്നാണ് കർത്താവ് അവിടെ സംസാരിക്കുന്നതിനിടയായിട്ടുള്ളത്. നമുക്ക് ശ്രദ്ധിക്കുക, രക്ഷ അല്ലേ? നമ്മൾ വായിച്ച ഭാഗം സുവിശേഷത്തെ കുറിച്ച് എനിക്ക് രക്ഷയില്ല, രക്ഷയ്ക്കായി അത് ദൈവശക്തിയാകുന്നു എന്ന് പറയുന്നത്. രക്ഷയെക്കുറിച്ച് 1-2 പദം കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നതിനും സമയം പോകുന്നില്ല. നോക്കണം. രക്ഷയ്ക്കായി ദൈവശക്തി, രക്ഷയ്ക്കായി ദൈവശക്തി. രക്ഷ എന്നുള്ള പദത്തിന് പല വ്യാഖ്യാനങ്ങൾ, പല അർത്ഥത്തിൽ ദൈവത്തിന് കൊടുക്കുന്നുണ്ട്. 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, സൂക്ഷിപ്പ് എന്നുള്ള പദം വരുന്നുണ്ട് രക്ഷയ്ക്ക്. ആരോഗ്യം എന്നുള്ള പദം വരുന്നുണ്ട്. സൗഖ്യത്തിന് രക്ഷ സൗഖ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
പാപപരിഹാരം, വിശുദ്ധീകരണം, മഹത്വീകരണം, എല്ലാ പദങ്ങൾക്കെല്ലാം രക്ഷ എന്ന ഒരൊറ്റ പദം ബൈബിൾ പല ഭാഗങ്ങളിൽ സൗഖ്യമാകുന്ന ഭാഗത്ത് നമുക്ക് ചിന്തിക്കാറുണ്ട്. സൗഖ്യമാകുന്ന ഭാഗത്ത് രക്ഷ പ്രാപിച്ചതായിട്ട് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് രക്ഷ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് ഓടിച്ചു പോകും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം പലപ്പോഴും നമ്മൾ ധ്യാനിച്ചുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ച് വായിക്കാൻ പോകുന്നു. പുറപ്പാട് 14:13. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. അവിടെ അല്ലെ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ടുള്ള രക്ഷയല്ല അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? പുറപ്പാട് പുസ്തകത്തിലാണോ? കർത്താവ് ആ കാലഘട്ടത്തിലില്ലായിരുന്നില്ല, മോശയുടെ കാലഘട്ടമല്ലേ? അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള രക്ഷ എന്നുള്ള പദമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെയോ ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വിടുതൽ, രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രൈമിലെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എപ്പോഴോ ചിന്തിച്ച ചെങ്കടൽ വഴി മാറുന്നത് കർത്താവിന്റെ കരം വെളിപ്പെടുന്നു നാം ചിന്തിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അപ്പൊ അവിടെ പദം എഴുതിയിരിക്കുന്നത് രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളും. ഇന്ന് നിങ്ങൾ കാണുന്ന മിസ്രൈമിനെ ഇനിയും ഒരിക്കലും കാണാത്തതുപോലെ നിങ്ങൾ ഒരു വിടുതലിലേക്ക് കടക്കുവാൻ പോകുന്നു. അതിന്റെ പേര് എന്താണ്? രക്ഷ എന്നാണ്. ആ നമ്മെ അലട്ടുന്ന ശക്തികൾക്കകത്തു നിന്ന്, നമ്മെ പിന്തുടരുന്ന വ്യാപാരങ്ങൾക്കകത്തു നിന്ന് നമുക്കൊരു പുറപ്പെടൽ, വിടുതൽ ഉണ്ടെങ്കിൽ അതും വചനത്തിൽ എഴുതിയിരിക്കുന്ന എന്തിനോട് ചേർത്ത രക്ഷ കണ്ടുകൊള്ളുകയും. 1 ശമൂവേൽ 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഞാൻ വിശദീകരിക്കുന്നില്ല, വായിച്ചു പോകാം. യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന് നേരെ ചെല്ലാം, പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദാവീദ് ഉൾപ്പെടെയുള്ള വലിയൊരു സൈന്യം മടിച്ചു നിന്ന സമയത്ത് യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട് പറയുകയാണ്, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന് നേരെ ചെല്ലാം, യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അടുത്ത അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ. ആ പദം ശ്രദ്ധിച്ചോ? അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ രക്ഷ എന്നുള്ള പദം വരുന്നുണ്ട്. വിടുതൽ എന്നുള്ള പദമാണ് ആ ഭാഗത്ത് വരുന്നത്. 1-2 രക്ഷയെ കുറിച്ചുള്ള ചിന്തകൾ അവിടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രക്ഷിക്കപ്പെടുക എന്നുള്ളത്, കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുക എന്നുള്ളത് പുതിയ നിയമത്തിന്റെ ചിന്തയാകുമ്പോൾ പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ രക്ഷ, വിടുതലുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചെങ്കടലിൽ വിടുവിക്കപ്പെട്ടത് രക്ഷയായിരുന്നു. രക്ഷിക്കേണ്ടതിനായ ആയുധവാഹകനും ബാല്യക്കാരനും കൂടെ ഇസ്രായേൽ വിടുവിക്കുന്നതാണ്. അവിടെ രക്ഷിപ്പാൻ കർത്താവിന്റെ കരം കുടുങ്ങിപ്പോയിട്ടില്ല. അധികം കൊണ്ടോ അല്പം കൊണ്ടോ ദൈവത്തിന് രക്ഷിപ്പാൻ പ്രയാസമില്ലല്ലോ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം രക്ഷയ്ക്കായ ദൈവശക്തി പഴയ നിയമത്തിൽ ആ ഒരു തലത്തിൽ അത് വെളിപ്പെട്ട പുതിയ നിയമത്തിൽ രക്ഷ എന്നുള്ള പദത്തിന് മറ്റൊരു അർത്ഥവ്യാഖ്യാനത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന നിമിഷം കണ്ണുള്ള ദിവസം നടച്ചാട്ട്. ഇന്ന് രാത്രി കർത്താവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം ഇതാണ്. അത് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ പ്രശംസിക്കാൻ ഉതകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അല്ല ഇന്ന് രാത്രി ഇവിടെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് കഴിയുന്നത്. ഇതൊരു സ്വർഗീയ വിളി ആയതുകൊണ്ട്, ഇതൊരു തെരഞ്ഞെടുപ്പായതുകൊണ്ട്, നമ്മുടെ പ്രവർത്തികളുടെ ഗുണമോ നമ്മുടെ തീരുമാനമോ അതിനേക്കാൾ അപ്പുറമായ ഒരു സ്വർഗീയ വിളി ആയതുകൊണ്ട്, ഒരു തിരഞ്ഞെടുപ്പായതുകൊണ്ട്, സകലകാലത്തിനും മുമ്പേ ഉള്ള ഒരു തിരഞ്ഞെടുപ്പായതുകൊണ്ട്, ഭൂമി ഉണ്ടാകുന്നതിന്, ഭൂമണ്ഡലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള കർത്താവിന്റെ തിരഞ്ഞെടുപ്പിൽ പെട്ടവരായതുകൊണ്ടാണ് ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ആയിരിക്കാൻ കഴിയുന്നത്. നമ്മുടെ കഴിവുകൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ അല്ല നാം രക്ഷിക്കപ്പെടുവാൻ കാരണമായിട്ടുള്ളത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെട്ടത്. എന്നാൽ പ്രവർത്തികൾ കാരണമല്ല. പ്രശംസിക്കാനായി നമുക്കൊന്നുമില്ല, ദൈവത്തിന്റെ ദാനമാകുന്നത്. 2 നാം കേൾക്കുന്ന നാം സ്വർഗത്തിലെ പൗരത്വമുള്ളവരാണ്. അവനോടുകൂടെ നാം ക്രിസ്തു നമ്മെ അവനോടുകൂടെ ജീവിപ്പിച്ചു, സ്വർഗത്തിൽ നമ്മെ ഇരുത്തി, സ്വർഗീയ പൗരത്വത്തിന്റെ അവകാശികളായി നമ്മെ മാറ്റി. 3 ആരാധനയെ കുറിച്ച് കേട്ടു. ഈ മലയിലുമല്ല ആ മലയിലുമല്ല എന്ന രീതിയിൽ ആരാധനയ്ക്കുള്ള ഒരു പർട്ടിക്കുലർ സ്ഥലമില്ലാതെ ആരാധനാനുഭവങ്ങളെ കർത്താവ് മാറ്റുന്ന യഹൂദന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആളുകൾ ഏവരും രക്ഷ പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള, വിശ്വസിക്കുന്ന ഏവരും
രക്ഷിക്കപ്പെടുവാൻ കഴിയുന്നുള്ള ഹല്ലേലൂയ ചിന്ത ആദ്യമേ തന്നെ ശമര്യസ്തുതിക്ക് കൈമാറുന്ന കർത്താവിനെ കുറിച്ച് നാം കേട്ടു. ഇന്ന് രാത്രി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കേണ്ടത് ഇത്ര വലിയ രക്ഷ